Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 2t sin 5t. ഈ മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പോൾ നമുക്ക് e raised to minus 2t sin 5t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താണ് ചെയ്യുക? തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ L of sin 5t കണ്ടുപിടിക്കും. L of sin 5t എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 5t. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. Laplace transform of sin 80 is equal to a by s square plus s square. Using that formula, we get 5 divided by s square plus 25. This is our f bar s. Okay. ഇനി അടുത്ത സ്റ്റേജിൽ e raised to minus 2t sin 5t ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus 80 sin 80 എന്ന് പറഞ്ഞാൽ sin 80 യുടെ ആൻസർ a by s square plus s square ആണ് എങ്കിൽ e raised to minus 80 sin 80 യുടെ ആൻസർ എന്തായിരിക്കും? a divided by s is replaced by s plus a. s is replaced by s plus a. s plus a whole square plus s square. s ന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? s plus a എന്ന് കൊടുക്കണം. അപ്പോൾ a by s plus a whole square plus s square എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി ഈ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് ഇവിടെ therefore Laplace transform of e raised to minus t 2t sin 5t യുടെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? sin 5t യുടെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ് ആൻസർ? 5 by s square plus 25. അപ്പോൾ e raised to minus 2t sin 5t യുടെ ആൻസർ എന്തായിരിക്കും? 5 divided by s is replaced by s plus 2. അപ്പോൾ s plus 2 whole square plus എന്താണ്? 25. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ e raised to minus 2t sin 5t യുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 5 divided by s plus 2 whole square plus 25. s is replaced by s plus 2. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? e raised to Laplace transform of e raised to minus 80 sin 80 എന്ന് പറഞ്ഞാൽ a by s plus a whole square plus s square ആണ്. e raised to minus 80 ക്ക് പകരം e raised to 80 ആണെങ്കിലോ ഈ s is replaced by s minus a. നമ്മുടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ e raised to minus 2t sin 5t യില് ആദ്യം നമ്മൾ sin 5t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 5t എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 80 a by s square plus a square എന്നാണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 5t എന്തായിരിക്കും? 5 divided by s square plus 25. അതിനെ നമ്മൾ f bar s എന്ന് വിളിക്കും. ഇനി ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എഴുതാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി L of e raised to minus 80 sin 80 എന്ന് പറഞ്ഞാൽ a by s plus a whole square plus s square ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് e raised to minus 80 sin 80 എന്ന് പറഞ്ഞാൽ a by s plus a whole square plus s square ആണ്. ഇവിടെ നമുക്ക് e raised to minus 2t sin 5t യുടെ ആൻസർ എന്തായിരിക്കും? 5 divided by s plus 2 whole square plus 25. അപ്പോൾ ഇവിടെ if L of f of t equal to f bar s ആണെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് L of e raised to minus 80 sin 80 എന്ന് പറഞ്ഞാൽ a by s plus a whole square plus s square. ഇവിടെ നമ്മൾ e raised to minus 80 ക്ക് ഇവിടെ എന്താണ്? e raised to minus 2t ആണ്. അപ്പോൾ ഈ s ന് പകരം എന്ത് കൊടുക്കണം? s plus 2 whole square plus 25. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഈ മെയ് 24 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് the inverse Laplace transform of the inverse Laplace transform of 4 divided by s plus 1 whole raised to 4. 4 divided by s plus 1 whole raised to 4 ന്റെ
ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇതെന്ത് ചോദിച്ചതാണ്? മെയ് 2024 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 4/s+1 whole raised to 4. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? L ഇൻവേഴ്സ് 4/s+1 whole raised to 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം L of t raised to n ന്റെ ഫോർമുല എന്താണ്? L of t raised to n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 ആണ്. അപ്പോ L of e raised to minus at t raised to n ന്റെ ഫോർമുല എന്തായിരിക്കും? L of t raised to n ന്റെ ഫോർമുല n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 ആണെങ്കിൽ e raised to minus at t raised to n ന്റെ ഫോർമുല എന്തായിരിക്കും? ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് n ഫാക്ടോറിയൽ ബൈ s plus a whole raised to n plus 1. ആ s is replaced by s plus a എന്ന് മാറ്റുമ്പോൾ s plus a whole raised to n plus 1. ഇനി ഇതിൽ നമുക്ക് എന്താ എഴുതാം? L ഇൻവേഴ്സ് 1/s plus a whole raised to n plus 1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? t raised to n by n ഫാക്ടോറിയൽ e raised to minus a n ഫാക്ടോറിയൽ ഇങ്ങോട്ട് കൂട്ടുന്നു. നമുക്ക് കിട്ടേണ്ട ഇതിന്റെ ഫോർമുലയാണ് L ഇൻവേഴ്സ് 1/s plus a whole raised to n. n ന്റെ സ്ഥാനത്ത് n minus 1 കൊടുത്തു കഴിയുമ്പോൾ 1/s plus a whole raised to n is equal to ഇവിടെ n ന് പകരം n minus 1 കൊടുക്കുന്നു. അപ്പോൾ t raised to n minus 1 by n minus 1 factorial e raised to minus a t. അപ്പോൾ നമ്മൾ ഫോർമുല ഡെവലപ്പ് ചെയ്തെടുത്തു. ഫോർമുല ഡെവലപ്പ് ചെയ്തെടുത്താൽ എന്താണ് നമുക്ക് എളുപ്പം? ഈ 4 കോൺസ്റ്റന്റ് പുറത്തേക്ക് മാറ്റി 1/s plus 1 whole raised to 4. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല കൊടുക്കാം. നമ്മുടെ ഫോർമുല എന്താണ്? L ഇൻവേഴ്സ് 1/s plus a whole raised to n എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർമുല ഇപ്പോ കണ്ടുപിടിച്ചു. എന്താണ് ഫോർമുല കണ്ടുപിടിച്ചത്? t raised to n minus 1 by n minus 1 factorial e raised to minus a t ആണ്. അപ്പൊ ആ ഫോർമുല അവിടെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ n ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 4. അപ്പൊ t raised to 4 minus 1 t cube divided by 4 minus 1 3 factorial into e raised to minus a t. ഇവിടെ a എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ e raised to minus t. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? t cube by 3 factorial t cube divided by 3 factorial എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. 3 factorial എന്ന് പറഞ്ഞാൽ 3 into 2 into 1. Therefore 6. Therefore e raised to minus t. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? t cube into ഇവിടെ 4 കൂടി ഉണ്ട് അല്ലേ? ഇവിടെ 4 കൂടി എഴുതാം. 4 into t cube by 6 e raised to minus t. കണ്ടോ? 4 into t cube by 6 into e raised to minus t എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെ ആയിരുന്നു? L ഇൻവേഴ്സ് 4/s plus 1 whole raised to 4 ന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്തു. എങ്ങനെ ഫോർമുല ഫൈൻഡ് ഔട്ട് ചെയ്തു? L of t raised to n ന്റെ ആൻസർ നമുക്ക് അറിയാം. L of t raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 ആണ്. അപ്പൊ അതിൽ നിന്ന് L of e raised to minus at t raised to n എന്തായിരിക്കും? By using first shifting property s is replaced by s plus a. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n ഫാക്ടോറിയൽ ബൈ s plus a whole raised to n plus 1 കിട്ടി. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ 1/l ഇൻവേഴ്സ് എടുക്കുമ്പോൾ L ഇൻവേഴ്സ് 1/s plus a whole raised to n plus 1 എന്ത് വരും? t raised to n by n ഫാക്ടോറിയൽ e raised to minus at. അല്ലേ? L of sin at is equal to a by s square plus a square ആണെങ്കിൽ L ഇൻവേഴ്സ് a by s square plus a square എന്ന് പറയും sin at. നേരെ തിരിച്ചു വെക്കുമ്പോൾ L ഇൻവേഴ്സ് 1/s plus a whole raised to n plus 1 എന്നുള്ളത് t raised to n by n ഫാക്ടോറിയൽ e raised to minus at. ഇനി n ന് പകരം എന്ത് കൊടുത്തു? n minus 1 കൊടുത്തു. അപ്പോൾ L ഇൻവേഴ്സ് 1/s plus a whole raised to n എന്നുള്ളത് എന്ത് കിട്ടി? t raised to n minus 1 by n minus 1 ഫാക്ടോറിയൽ e raised to minus at. ഈ ഫോർമുല നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. We know that L inverse 1/s plus a whole raised to n is equal to e raised to minus at into t raised to n minus 1 by n minus 1 factorial. ഇനി ഫോർമുല നിങ്ങൾക്ക് അറിയില്ലെങ്കിലോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുക. വളരെ നിസ്സാരമായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ t raised to n റിസൾട്ട് അറിഞ്ഞിരിക്കുക, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കുക. അത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുല എടുക്കാം. അങ്ങനെ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ നമുക്ക് 4/s plus 1 whole raised to 4 ന്റെ L ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ 4 നമ്മൾ പുറത്തേക്ക് ഇട്ടു. 4 പുറത്തേക്ക് ഇട്ടു. L ഇൻവേഴ്സ് 1/s plus 1 whole raised to 4. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ n എത്രയാണ്? 4 ആണ്. അപ്പൊ നമ്മുടെ ആ ഫോർമുലയിൽ n കാണുന്നിടത്തൊക്കെ 3 കൊടുക്കുന്നു. n കാണുന്നിടത്തൊക്കെ 4 കൊടുക്കുമ്പോൾ 4 - 1 3. അവിടെ 4 - 1 3 ഫാക്ടോറിയൽ e raised to minus t.
4 into t cube by 3 factorial into e raised to minus t എന്ന് പറഞ്ഞാൽ എന്താണ് 4 into t cube by 6 into e raised to minus t എന്നാണ് ആൻസർ കിട്ടുക. ഈ മെയ് 24 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.